CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. മണ്ഡലം സമ്മേളനത്തിന് മുന്നോടിയായി കാവിൽക്കടവിൽ സ്മൃതിജാഥ സംഗമവും തുടർന്ന് വളണ്ടിയർ മാർച്ചും ലോകമലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനവും പണിക്കേഴ്സ് ഹാളിലെ MN രാമകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. പോരാട്ട വീതിയിൽ ചങ്കിലെ ചോര കത്തിച്ച് വിളക്കായി മാറിയ പ്രസ്ഥാനം, ധീരസഖാക്കളുടെ തങ്കൂറ്റം കൊണ്ട് ചോര കൊണ്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ മണ്ഡലം സമ്മേളനം സമ്മേളനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രകടനമാണ്. വളണ്ടിയർ മാർച്ചിന്റെ കീഴിൽ നടക്കുന്ന പ്രകടനമാണ്. ഈ വാഹനത്തിൽ തൊട്ടുപിറകെ കടന്നു വരുന്നത് ആശീർവദിക്കുക, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഇന്നിത്തത്തിന്റെ കരാളഹസ്തങ്ങളിൽ പിടഞ്ഞു വീണു മരിച്ച ജനതയെ ജനാധിപത്യ ബോധത്തിന്റെ പാതയിൽ ഇവർ നിൽക്കാൻ പഠിപ്പിച്ചു. കർഷക ജനതയുടെ നട്ടലൊടിക്കും. സമ്മേളന നഗരിയിൽ മൺമറഞ്ഞ നേതാക്കളുടെ 100 സ്മൃതി പതാകകൾ ഉയർത്തി. തുടർന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭീകരതയെ എന്നും എതിർത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭീകരതയെ സൃഷ്ടിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളാണെന്നും ഇന്ത്യയിലെ ഭീകരതയെ ജനങ്ങളെ അണിനിരത്തി പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. BR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, TK സുധീഷ്, KS ജയ, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, സുമ ശിവൻ എന്നിവർ സംസാരിച്ചു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിന്റെ ബാക്ക് ഫയർ പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിയേക്കാൾ 5000 വോട്ടുകൾക്ക് മുമ്പിലാണ് നമ്മൾ. BJP എന്ന് പറയുന്ന ഫാസിസ്റ്റ് പാർട്ടിയേക്കാൾ 5000-ൽ പരം വോട്ടുകൾക്ക് മുമ്പിലാണ് നമ്മൾ. അതിന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അപ്പൊ കൊടുങ്ങല്ലൂരിലെ ജനത അരിവാൾ ധാന്യക്കതിരിലും അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിലും വോട്ട് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് അവർ നമ്മളോട് പറയുന്നു. നമുക്ക് ആ രീതിയിലേക്ക് അവരെ നയിക്കാൻ കഴിയണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഏർപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ മണ്ഡലം കമ്മിറ്റിയുടെ ഈ സമ്മേളനത്തിന് എല്ലാ സമ്മേളനങ്ങളോട് അനുബന്ധമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ ചരിത്രം ജനങ്ങളിൽ എത്തിക്കുക, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പാർട്ടി സഖാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം നമ്മുടെ സമ്മേളനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം.
ഇപ്പോൾ നമ്മൾ പാർട്ടി മെമ്പർഷിപ്പിനകത്തുള്ള നല്ലൊരു വിഭാഗം സഖാക്കൾ, നല്ലൊരു വിഭാഗം സഖാക്കൾ എന്ന് പറയുമ്പോൾ 70% സഖാക്കൾ 90-കൾക്ക് ശേഷം പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സഖാക്കളാണ് നമ്മൾ പാർട്ടി മെമ്പർഷിപ്പിലുള്ളത്. സ്വാഭാവികമായും പാർട്ടിയുടെ